കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. തൃശൂർ റേഞ്ച് DIGയുടെ ശുപാർശ പ്രകാരം ഉത്തരമേഖല IGക്കാണ് റിപ്പോർട്ട് നൽകിയത്. അച്ചടക്ക നടപടി പുനഃപരിശോധിക്കണമെന്നും ശുപാർശയിൽ പറയുന്നുണ്ട്. അതേസമയം സസ്പെൻഷൻ നടപടിയിൽ സന്തുഷ്ടനല്ലെന്ന് സുജിത്ത പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കേസുമായി പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ ചേർന്നുണ്ട്. സാനു, എന്താണ് നിലവിലെ സാഹചര്യം? എന്തായാലും കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ റേഞ്ച് DIGയുടെ ശുപാർശ വന്നിരിക്കുന്നു. അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം. അതായത് 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അച്ചടക്ക നടപടി നേരത്തെ സ്വീകരിച്ചിരുന്നതാണ് പോലീസ് അറിയിക്കുന്നത്. ഇവർക്കെതിരെ തുടർ നടപടി ഉണ്ടാകണം എന്നാണ് DIG ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഉത്തരമേഖല IGക്കാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അച്ചടക്ക നടപടി പുനഃപരിശോധിക്കണമെന്നും ഈ നിർദ്ദേശത്തിലുണ്ട്. കോടതി 4 പോലീസുകാർക്കെതിരെയും പ്രതി ചേർത്ത് കേസെടുത്ത പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ട്രെയിലറും കണക്കിലെടുത്തിട്ടുണ്ട്. 4 പേരെ സർവീസിൽ നിന്ന് വീണ്ടും സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് DIGയുടെ നേതൃത്വത്തിൽ ഈ ഒരു പരിശോധന നടത്തിയിട്ടുള്ള ഒരു ശുപാർശയൊക്കെ ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തൃശ്ശൂരിൽ നടന്നത്. ഇന്നും അതിന്റെ തുടർ പ്രതിഷേധങ്ങൾ അടക്കം നടക്കുന്നുണ്ട്. അല്പം മുമ്പ് സുജിത്ത് ഈ അക്രമത്തിനെതിരെയായ പോലീസിന്റെ അക്രമത്തിനെതിരെയായിട്ടുള്ള സുജിത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു. സുജിത്ത് പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് സസ്പെൻഷൻ അല്ല, പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടണം. അതാണ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി. പിരിച്ചുവിട്ടതിന് ശേഷം മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ 4 പേരല്ല, 5-മനായിട്ട് ഒരാളും കൂടെ ഉണ്ട്, സുബൈറിനെതിരെയും നടപടി വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. SI ആയിട്ടുള്ള നുഹ്മാൻ, CPOമാരായിട്ടുള്ള ശശീന്ദ്രൻ, സന്ദീപ്, സജീവ്, ഒപ്പം തന്നെ സുബൈർ എന്നിവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകണമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി, സാനുവാണ് വിവരങ്ങൾ നൽകിയത്.